ഞാനിപ്പോ എല്ലാ ഞായറാഴ്ചയും കുർബാനയ്ക്ക് പോയിട്ടാ. ഞാൻ കുമ്പസാരിച്ചു കുർബാന. ഇത് ഞാൻ ഇപ്പൊ ഒരു മാസമായിട്ട് ഭയങ്കര ക്ലീനാ. എല്ലാ ദിവസവും പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പെരുന്നാളൊക്കെ ആഘോഷിക്കേണ്ടി വരും എന്റെ പേരിൽ. പണ്ടേ സ്പിരിച്വൽ ആണോ? ഇപ്പൊ ആരൊക്കെ സ്പിരിച്വൽ അല്ലാത്തത്? ഈ വിചാരിച്ചിരിക്കുന്ന ഈ ഭൂമിയും സോളാർ സിസ്റ്റം ഒക്കെ സ്പിരിച്വൽ അല്ലേ? ഈ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നു, അത് സൂര്യനെ വലം വെക്കുന്നു, അതിൽ മഴയുണ്ടാവുന്നു, കാറ്റുണ്ടാവുന്നു, കടലുണ്ടാവുന്നു. ഈ കടൽ വെള്ളം താഴേക്ക് പോകുന്നില്ല. നമസ്കാരം. പുള്ളിക്കാരൻ ഒരു സീനിന്റെ മുമ്പേ തന്നെ ഇങ്ങനെ ചില്ലായിട്ട് സംസാരിക്കുക, ആൾക്കാരോടെല്ലാം ഇങ്ങനെ നല്ല ഇത്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ചീത്തപ്പേരുണ്ടായത്. ചെറിയ ഗ്യാപ്പിന് ശേഷം ഒരു സിനിമ റിലീസിന് തന്നെ മൂവീസിനേക്കാൾ കൂടുതൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തത് മൂന്നാം നാലയിൽ നിന്ന് ചാടിയതാണ്. ഞാൻ എല്ലാം നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. മുടിഞ്ഞു പോട്ടെ. ഇതൊക്കെ കാണുന്നുണ്ടോ സോഷ്യൽ മീഡിയയിൽ? അതാണ് ചോദിക്കണത്. ഇതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ? ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴാണ് ഇതിനെ കുറിച്ചൊക്കെ ചോദിക്കണത്. കാണുമ്പോൾ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാലോ. എന്നെപ്പോ അന്ന് കണ്ടിട്ടാണ് ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യണത്. നിങ്ങൾ മഹാരാജ കണ്ടിട്ട് റിപ്പോർട്ട് ചെയ്ത് എന്തെങ്കിലും ഇടുക്കി എന്ന് പറയും. അതില് സ്വാമിയായിട്ട് വരുന്നത് കള്ളം. ഇതിലും സ്വാമിയില് സാറൊരു ഇന്റർവ്യൂല് പറഞ്ഞില്ലായിരുന്നു? കൊറിയ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞു മനസ്സിലായി. അന്ന് ചെക്കാണുള്ളത് എല്ലാവരും. ചെക്ക് തരും, ഫ്രൈഡേ തരും. നമുക്ക് സാറ്റർഡേ സൺഡേ ഷൂട്ടിംഗ് എടുക്കും. മൺഡേ ബാങ്കിൽ നിന്ന് ഫോൺ വരും, ചെക്ക് ബൗൺസ് ആയി, ഷൂട്ടിംഗ് കഴിഞ്ഞു. മമ്മൂക്കയ്ക്ക് മോഹൻലാലും ദിലീപേട്ടനൊക്കെ വണ്ടിക്ക് വീട്ടിലിരിക്കുന്നത്. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അജിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. ലെറ്റ് മി വെൽക്കം ഷൈൻ ടോം ചാക്കോ, തലൈവാസൽ വിജയ്, സുധീർ കരമന ആൻഡ് ഡയന. 4 പേർക്കും വെൽക്കം. ഷൈൻ ചേട്ടാ, ആഫ്റ്റർ ചെറിയ ഗ്യാപ്പിന് ശേഷം ഒരു സിനിമ റിലീസിന് തന്നെ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടോ? ആഫ്റ്റർ ചെറിയ ഗ്യാപ്പിനല്ല, പടം 3 ഒരുമിച്ച് റിലീസ് ചെയ്തിരുന്നു. ആ സമയത്ത് മൂവീസിനേക്കാൾ കൂടുതൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തത് മൂന്നാം നിലയിൽ നിന്ന് ചാടിയതായിരുന്നു. 3 പടത്തേക്കാൾ 3-ാം നിലയിൽ ചാടിയതായിരുന്നു. മൂവിനെ പ്രൊമോഷൻ എന്ന് പറഞ്ഞ് തുടങ്ങിയ ചാനലുകളിലൊന്നും മൂവി പ്രൊമോഷൻ നടന്നിരുന്നില്ല. ഏതൊക്കെയാണെന്നറിയോ പടങ്ങള്? എന്റെ റിലീസായ ഗുഡ് ബാഡ് അഗ്ലി, ബസൂക്ക, അതൊന്നും വാർത്തയല്ലല്ലോ. അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ഒരു സിനിമ റിലീസ് ആവുന്നല്ലേ. ഞാൻ എല്ലാം നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ജിംഖാനയിലൊരു റോള്, ആലപ്പുഴ 3 ആ 3 പടത്തിനെ കുറിച്ചിട്ട് ഒന്നും സംസാരിച്ചിട്ടില്ല. അതും കൂടാതെ 3-ാം നിലയിലത്തെ കാര്യം ഒരുപാട് സംസാരിക്കുകയും ചെയ്തു. എന്നിട്ട് നിങ്ങൾ പറയാ കുറെ നാളുകൾക്ക് ശേഷമാണ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ ആക്ടേഴ്സിനെ കുറിച്ച് കംബാക്ക് തിരിച്ചു വരുന്നു എന്ന് പറയുന്നു. ആരോടെ പോയിരിക്കുന്നു? നിങ്ങളുടെ ബോധം പോയിരിക്കുന്നു എന്നുള്ള വസ്തു മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ശ്രദ്ധ, ബാക്കി എല്ലാവരും ഇവിടെ തന്നെ. പുതിയ റിലീസ് വരെ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിനെ കുറിച്ച് പറഞ്ഞു. അതാണ് പറഞ്ഞത്. പുതിയ സിനിമ റിലീസിന് പുതിയ റിലീസ് ഇപ്പൊ സൂത്രവാക്യം അതിനു മുന്നേ റിലീസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. സൂത്രവാക്യവുമായി ബന്ധപ്പെട്ടാണല്ലോ വാർത്തകൾ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പ്രൊട്ടക്ടർ റിലീസ് ജൂൺ 13-ാം തീയതി. അതിലൊരു പോലീസ് ക്യാരക്ടർ തന്നെയാണ് ചെയ്യണത്. CI എന്ന് പറയുന്നത്. CI സത്യൻ അല്ലേ? CI സത്യനല്ലേ? അതില് സുധീരേട്ടനുണ്ട്, വിജയ് സാറുണ്ട്, പിന്നെ പുതിയൊരു ആള് ഡയാന, അമേരിക്കയാണ്, മലയാളി തന്നെയാണ്, കണ്ണൂർ കോട്ടയം ബേസ്ഡ്. അവരെന്നെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കൂടുതലായിട്ട് കഥനെ കുറിച്ച് നമുക്ക് ഇപ്പോഴൊന്നും സംസാരിക്കാൻ പറ്റില്ല. കാരണം എന്തെങ്കിലും ഒരു ക്ലൂ ചെറുതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേര് മുഴുവൻ കഥ ഇങ്ങോട്ട് പറഞ്ഞുതരും. ഹൊറർ ട്രീറ്റ്മെന്റ് ഒരു അതുകൊണ്ടാണല്ലോ ജൂൺ 13 എന്നുള്ള നമ്പർ തെരഞ്ഞെടുത്തത്. അല്ലെങ്കിൽ മാരീഡിൽ പോലും 13-ാം ഫ്ലോർ ഇല്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? പല ഹോട്ടലുകളിലും 13 ഫ്ലോർ ഇല്ല. In America is there lot no? അവിടെ ഫ്രൈഡേ ദി 13th ആയിട്ടുണ്ട്. അങ്ങനത്തെ റീമേക്ക് ഒക്കെ ഉണ്ട്. പക്ഷേ ബ്ലാക്ക് മാസ് ഒക്കെ നടക്കുന്ന ദിവസം അല്ലേ ഫ്രൈഡേ 13? അതെ, പിശാചുക്കളും എല്ലാം വരുന്നത്. ഞാനൊന്നുമില്ല, ശരിക്കുള്ള മാസം തന്നെ പോയിട്ടില്ല. അത് ശരിയാ. മാസത്തിന് പോവാറില്ലേ? ഞാനിപ്പോ എല്ലാ ഞായറാഴ്ചയും കുർബാനയ്ക്ക് പോയിട്ടാ. ഇത് ഞാൻ ഇപ്പൊ ഒരു മാസമായിട്ട് ഭയങ്കര ക്ലീനാ. ക്ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും ഉദ്ദേശിക്കാൻ പറ്റില്ല, വിചാരിക്കാൻ പറ്റില്ല അല്ലേ? നമ്മൾ ക്ലീൻ ആവുകയാണെങ്കിൽ ക്ലീൻ അങ്ങോട്ടാവും. ക്ലീൻ അല്ലേ? കുമ്പസാരിച്ചിട്ടുണ്ടോ? കാത്തലിക് ആയ കാലം ചോദിക്കണം. ഞാനിപ്പോ 1 മണിക്കൂർ നീണ്ട കുമ്പസാരം കഴിഞ്ഞുണ്ട്. കുർബാന സ്വീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. പിന്നെ
എന്താണ് എല്ലാ ദിവസവും പോക്കുണ്ടോ അതോ എല്ലാ സൺഡേ ദിവസവും സൺഡേ സൺഡേസ് എല്ലാ ദിവസവും പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പെരുന്നാളൊക്കെ ആഘോഷിക്കേണ്ടി വരും എൻ്റെ പേര്. ശരിക്കും വിശ്വാസം ഉണ്ടോ? വിശ്വാസം ഇതിലേക്ക് എൻ്റെ മമ്മിക്ക് ഭയങ്കര വിശ്വാസമാണ്. ഓക്കെ. ഞാൻ പോയാൽ മമ്മിക്ക് ഭയങ്കര സമാധാനമാവും. ഓക്കെ, അപ്പോ അതുകൊണ്ടുമല്ല, ഇറ്റ് ഈസ് എ റൊട്ടീൻ. ആക്ച്വലി ദിസ് ഓൾ കൾച്ചർ. ഇപ്പോ രാവിലെ എഴുന്നേൽക്കുന്നു, നമ്മൾ നമ്മുടെ പാപങ്ങളൊക്കെ ഓർക്കും. പാപങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത നെഗറ്റീവ്സിനെയൊക്കെ ഓർക്കുന്നു, അതിനെ ഒന്ന് എഴുതി വെക്കും അല്ലെങ്കിൽ ഓർത്തെടുത്ത് അത് നമ്മൾ ഒരാളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. അതാണ് കുമ്പസാരം. സോ മെന്റലി വി വിൽ ഗെറ്റ് റിഫൈൻഡ്. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ബ്ലോക്സ് ഒക്കെ കുറെ മാറും. ഇപ്പൊ നമുക്കൊരാളോട് ഭയങ്കര മുടിഞ്ഞു പോട്ടെ, അവള് മുടിഞ്ഞു പോട്ടെ ആരോടെങ്കിലും തോന്നലുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ മാസങ്ങളിൽ അവരെ നമ്മൾ മാനസികമായിട്ടാണ് ക്ഷമിക്കും. മനസ്സിലായ? പണ്ടേ സ്പിരിച്വൽ ആണോ? ചെറുപ്പത്തെ പോലെ പള്ളി ആരൊക്കെ സ്പിരിച്വൽ അല്ലാത്തത്? ഈ വിചാരിച്ചിരിക്കുകയാണ് ഈ ഭൂമിയും സോളാർ സിസ്റ്റം ഒക്കെ സ്പിരിച്വൽ അല്ലേ? ഈ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നു, അത് സൂര്യനെ വലം വെക്കുന്നു, അതിൽ മഴയുണ്ടാവുന്നു, കാറ്റുണ്ടാവുന്നു, കടലുണ്ടാവുന്നു. ഈ കടൽ വെള്ളം താഴേക്ക് പോകുന്നില്ല. നമ്മൾ ഉണ്ടാവുന്നത് എങ്ങനെയാ? മരത്തുനിന്ന് പറയുന്ന ആൾക്കാരാണ് അല്ല, രണ്ട് വ്യക്തികൾ കൂടി ചേരുന്നു. സ്പിരിച്വലി ആണോ? എന്തെന്ന് പറയാൻ പറ്റിയതിനെ? അപ്പൊ നമ്മുടെ ആദ്യത്തെ രൂപം എന്താ? നമ്മൾ അവസാനിക്കുന്നത് എങ്ങനെയാ? ഇതെല്ലാം സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ സയൻസും ആണ്, ഇതൊക്കെ സ്പിരിച്വലും ആണ്. മനസ്സിലായ? സ്പിരിച്വൽ എന്ന് പറയുന്നത് ദൈവികം അല്ലെ? ദൈവികം. സാറിന് ഞങ്ങക്ക് ഫസ്റ്റ് ഓർമ്മ കേരള ഹൗസ് ഉടൻ വിൽപ്പനയുടെ ആ സിനിമയുടെ മൊത്തം ഫ്ലോ മാറ്റിയ ഒരു ക്യാരക്ടറല്ല. ശരിക്കും അത് തന്നെയാണ് ഫസ്റ്റ് സാറിന് വന്ന മലയാളം ഓഫർ. അതിന്റെ മുൻപ് സീരിയൽ ചെയ്തു ഗോപിക, പിന്നെ പടവുകൾ. അതിൻ്റെ അപ്പുറം കേരള ഹൗസ് ഉടനെ വിൽപ്പനയ്ക്ക്. അത് ആക്സിഡന്റലി ഞാൻ ചെയ്ത ഒരു ഫിലിമാണ്. പൊള്ളാച്ചിയിലെ ഞാൻ വേറൊരു തമിഴ് ഫിലിം ഷൂട്ടിംഗ് വന്നപ്പോ താഹയുടെ ഡയറക്ടർ. പിന്നെ അതിലെ ഇരിക്കുന്ന വിജയൻ സാറ് കുറച്ച് സുഖമില്ലാത്ത കാരണത്താൽ 3-4 days ഷൂട്ടിംഗ് they have to sit at പൊള്ളാച്ചി. അപ്പോൾ താഹ ഡയറക്ടറുടെ അസോസിയേറ്റ് പ്രൊഡക്ഷൻ മാനേജർ വന്ന് പറഞ്ഞു, സാർ ആ ക്യാരക്ടർ നിങ്ങൾ ചെയ്യും. ഞാൻ പറഞ്ഞു, ഞാൻ വിജയൻ സാർ കിட்ட വിചാരിച്ചിട്ട് പിന്നെ പുള്ളിയുടെ കൺസെന്റ് എടുത്ത് ഞാൻ ചെയ്യാം. അങ്ങനെ ഞാൻ ചെയ്തത് ദാറ്റ് ഈസ് നോട്ട് എത്തിക്സ്. സോ ദാറ്റ്സ് ഹൗ ദാറ്റ് ഫിലിം ഹാപ്പൻ. പിന്നെ കുറച്ച് സിനിമകൾ പിന്നെ ഐ ഡിഡ്ന്റ് ഡു ഇമ്മീഡിയറ്റ്ലി. അതിന്റെ പിൻപ് ഞാൻ ചെയ്തത് മധുരണ്ടും പറക്കാത്ത കമൽ സാറുടെ യുഗപുരുഷൻ. അത് 2010. അതാണ് ഫസ്റ്റ് മലയാളം ഓർമ്മ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണോ? ബിഫോർ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് എന്തായിരുന്നു മലയാളം സിനിമ? മലയാളം സാർ കന്യാകുമാരി ടച്ചുള്ള ആളും കൂടെയാ. മനസ്സിലായില്ല? കന്യാകുമാരിയാണ്. ഇല്ല, അത് തെറ്റ്. ഞാൻ ജനിച്ചതെല്ലാം ചെന്നൈയാണ്, കന്യാകുമാരി അല്ല. തെറ്റാണോ? അത് വാട്ട്സ് ഇൻ ദ ഗൂഗിൾ, ഇറ്റ്സ് നോട്ട് റൈറ്റ്. ശരിയാണെന്ന് വിചാരിക്കരുത്. ഗൂഗിളിലൂടെ നമ്മളൊക്കെ അല്ലല്ല, ഞാൻ നമ്മൾ നോക്കുമല്ലോ ഒരാളെ പറ്റിയിട്ട്. ഈ ഗൂഗിൾ എന്ന് പറയുന്നത് ഫുൾ തെറ്റാണെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ കറക്റ്റ് അല്ല. പല റെഫറൻസ് നമുക്ക് ഗൂഗിൾ ഓക്കെ, പക്ഷെ ദാറ്റ് ഈസ് നോട്ട് ദ പെർഫെക്റ്റ്. സുധീരേട്ടന്റെ ക്യാരക്ടറെ കുറിച്ചിട്ട് പറയും സിനിമയിൽ. ഞാൻ ഇതിനകത്ത് ഗൂഗിളിൽ എങ്ങനെ സുധീരേട്ടന്റെ ക്യാരക്ടറിനെ ഡിഫൈൻ ചെയ്യാം? ഒന്നും അറിയാൻ പറ്റിയിട്ടില്ല. ഗൂഗിൾ നോക്കിയിട്ടില്ല. അല്ല, അത് എനിക്ക് ഇപ്പൊ പിള്ളേരെല്ലാം ഗൂഗിളിൽ ചെക്ക് ചെയ്യുക. അതെ, എന്തൊരു ഇൻഫർമേഷൻ ആണെങ്കില്. പക്ഷെ ഇപ്പൊ പിക്ചേഴ്സ് ഒന്നും ചെക്ക് ചെയ്യാൻ പറ്റില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒന്ന് പറഞ്ഞേ ഇത് ഒറിജിനൽ ആണോ? അതെ, ചുമ്മാ ഇങ്ങനെ AI ചെയ്തതാണോ എന്നൊരു ഇതില്ല. ആർട്ടിഫിഷ്യൽ AI എന്നല്ല പറയാനായി. അപ്പൊ നമുക്ക് ചില പടങ്ങളിൽ സൽമാൻ ഖാനും ഷാറുഖ് ഖാനും മറ്റേ മെസ്സി പച്ചക്കറി വിൽക്കണ വീഡിയോ എന്തുണ്ടാകാലോ. അപ്പൊ ആളുകളിൽ കൺഫ്യൂസ്ഡ് ആക്കാം ഈ ഗൂഗിളിൽ. ശരിക്കും എന്നെ കൺഫ്യൂസ്ഡ് ആക്കാറേ ഇല്ല ഞാൻ. ഇല്ല, നമ്മൾ ഗൂഗിൾ നോക്കിയിട്ടല്ല ഒരു സ്ഥലത്തേക്ക് പോവുക. ഗൂഗിൾ മാപ്പേ ഇടാറില്ല. ചിലപ്പോ ഒരു വഴി ഇല്ലാത്തടത്തൊക്കെ കൊണ്ടുവന്ന് നിർത്തും. അതോടെ ഞാൻ നിർത്തി. ക്യാരക്ടർ ഇതിനകത്ത് ഒരു ഗൂഗിളിൽ പടത്തെ കുറിച്ച് പോലും കാണത്തില്ല. എനിവേ ഇതിനകത്തൊരു നെഗറ്റീവ് ഷെയ്ഡുള്ളൊരു ക്യാരക്ടറാണ് പ്രൊട്ടക്ടർ എന്ന സിനിമയ്ക്കകത്ത്. നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടർ ഗോപിനാഥൻ നായർ എന്നാണ് സിനിമയിൽ ആ ക്യാരക്ടറിൻ്റെ പേരെങ്കിലും അദ്ദേഹം തന്നെ ഒരു സ്വാമിയായിട്ട് വരുന്ന ഒരു സാധനമാണ്. ഇറ്റ്സ്
ഒരു പീരിയോഡിക്ക് ഒരു ഇല്ലത്തെ ബേസ് ചെയ്ത് വരുന്ന ഒരു കഥയാണ് ഇതിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നത്. അത് നമുക്ക് ഈ അടുത്ത കാലത്തൊന്നും അത്തരത്തിലുള്ള സിനിമകൾ വന്നിട്ടില്ല. നമുക്ക് നോക്കിയാൽ അറിയാം, ഒരു ഹൊറർ മോഡായിട്ടുള്ള ഒരു സാധനം വേറെ വന്നിട്ടില്ല. ഇതിൽ ഏറ്റവും രസം എന്ന് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വന്നിട്ടുള്ളത് മമ്മൂക്കയുടെ പടം, അത് ദ്രോണറല്ല, അത് കഴിഞ്ഞിട്ട് അത് മറ്റേ ഇതല്ലേ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്രഹ്മയുഗം, അത് വേറൊരു വെരി വെരി ബിഗ് ബഡ്ജറ്റ്. അത് കമലഹാസൻ ചെയ്യുന്നുണ്ടോ? ഇത് ബ്രഹ്മയുഗം. ആ, തമിഴോ അങ്ങനെ എന്തോ, അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് പുള്ളി അങ്ങനത്തെ പോസ്റ്റേഴ്സ് ഒക്കെ ചെയ്ത് നിൽക്കുന്നത്. അത് ഫാൻ മെയ്ഡ്. അതെ തന്നെയാണോ? ഇപ്പൊ ഷൈൻ ചേട്ടനാണ് ഇപ്പോ അന്യഭാഷയുള്ള ഷൈൻ ടോം ക്യാരക്ടേഴ്സ് ഭയങ്കരമായിട്ട് ആളുകൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്, അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിനേക്കാളും ട്രെൻഡിങ് ആയിരുന്നു വാർത്ത, ഇന്ത്യയിലെ ട്രെൻഡിങ് ന്യൂസിൽ കയറി നമ്മള്. അതൊന്നും എല്ലായിടത്തും ട്രെൻഡിങ്. അതറിയാം. ആ, നമസ്കാരം. അല്ല, അന്യഭാഷയിൽ ശരിക്കും എങ്ങനെ ഗുഡ് ബാഡ് അഗ്ലിയിലൊക്കെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ അങ്ങനെ തന്നെ ഗുഡ് ബാഡ് അഗ്ലി തന്നെ എന്റെ ക്യാരക്ടറാ. അല്ല, ആ ക്യാരക്ടറൊക്കെ വലിയ സെലിബ്രിറ്റി ഇതൊക്കെ കാണുന്നുണ്ടോ സോഷ്യൽ മീഡിയയില്? അതാണ് ചോദിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ? ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴാണ് ഇതിനെ കുറിച്ചൊക്കെ ചോദിക്കണത്. കാണുമ്പോഴേ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാലോ. എന്നെപ്പോ അന്ന് കണ്ടിട്ടാണ് ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യണത്. നിങ്ങൾ എന്നെ കണ്ടിട്ടാണോ ഈ ഒരു മാസം എന്നെ കണ്ടിട്ടാണോ നിങ്ങൾ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തത്? അല്ലല്ലോ. അല്ല, ഞാൻ പറയാ, കാണാതെയല്ല ഇത്രയധികം വാർത്തകൾ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ചിലപ്പോ ഗ്യാപ്പ് കിട്ടുന്ന സമയങ്ങളില് നമ്മൾ ചെയ്യുന്ന പടം ഒക്കെ പോയി കണ്ട് അതെങ്ങനെയുണ്ട് കൂടി റിപ്പോർട്ട് ചെയ്ത് കണ്ടിട്ട് റിപ്പോർട്ട് ചെയ്തത് എന്തെങ്കിലും വാർത്ത കിടുക്കി എന്ന് പറഞ്ഞു. കിടുക്കി എന്ന് പറഞ്ഞ എന്താ? അത് താക്കു മഹാരാജ്, പിന്നെ ഗുഡ് ബാഡ് അഗ്ലി, അല്ലെങ്കിൽ അടിപൊളി സീനായിരുന്നു. അതല്ല ഞാൻ പറയണത്. അതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ചെയ്യുന്ന സാധനങ്ങളെ കുറിച്ചെങ്കിലും കുറച്ചിടയ്ക്കൊന്ന് ചർച്ച ചെയ്യണമെന്ന് പറയാം. ചെയ്യാറുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് പറയാ. കണ്ടിരുന്നു അത്രയും? ഞാൻ ഗുഡ് ബാഡ് അഗ്ലിയും ബസൂക്കി ഒരുമിച്ചാ കണ്ടത്. കാരണം രണ്ട് കൂട്ടരും പറഞ്ഞു രാവിലെ 9 മണിക്ക് ഷോയ്ക്ക് വരണമെന്ന്. ഒരെണ്ണം കവിതയിലും ഒരെണ്ണം ഷേണായിസിലും. അപ്പൊ ഞാൻ അവിടെ തുടങ്ങി വെക്കും. ഗുഡ് ബാഡ് അഗ്ലി ആദ്യം തുടങ്ങി വെച്ചിട്ട് തിയേറ്ററിൽ എല്ലാവരും കയറ്റിട്ട് ബസൂക്കയുടെ അവിടെ വരും. എന്നിട്ട് ബസൂക്കയിൽ പടം തുടങ്ങി വെച്ചിട്ട് ഗുഡ് ബാഡ് അഗ്ലിയുടെ വരും. എന്നിട്ട് ഗുഡ് ബാഡ് അഗ്ലിയുടെ അവിടെ ഇന്റർവെല് ആവുമ്പോ ഇന്റർവെൽ എല്ലാവരും കണ്ട് സംസാരിച്ച് എല്ലാവരും കയറ്റിയിട്ട് ബസൂക്കയുടെ അവിടെ വരും. എന്നിട്ട് ബസൂക്കയുടെ അവിടെ ഇന്റർവെൽ ആക്കിയിട്ട് കയറ്റി ഇരുത്തിയിട്ട് ഇങ്ങോട്ട് വരും. എന്നിട്ട് ഇവിടെ പടം തീർന്നിട്ട് ഇവിടെ കേക്ക് മുറിക്കും. ഏത് ഗുഡ് ബാഡ് അഗ്ലിയുടെ. അതാണല്ലോ ഇപ്പൊ ഒരു ഫാഷൻ. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ബസൂക്കയുടെ അവിടെ വരും. അപ്പോഴേക്കും അവര് കേക്ക് മുറിച്ച് പോയി. ഷൈൻ ചേട്ടനെ കുറിച്ച് പേഴ്സണൽ ഫേവറേറ്റ് എപ്പോഴും നമുക്ക് ബസൂക്കയാണ്. കാരണം മമ്മൂക്ക പ്രൊമോഷന് വരാൻ പറ്റാത്തൊരവസ്ഥയില് അതിന്റെ ട്രെയിലർ ലോഞ്ച് തൃശ്ശൂർ അകത്തിൽ വെച്ചിട്ടായിരുന്നു. അന്ന് എന്നോട് വരാൻ പറഞ്ഞു. ഞാൻ പക്ഷെ അന്ന് ബാംഗ്ലൂർ ആയതുകൊണ്ട് ഞാൻ വീഡിയോ കോളിലാണ് വന്നത്. അപ്പോ അല്ലെങ്കിൽ എല്ലാ പ്രൊമോഷനും നമുക്ക് വന്നിരുന്ന് നിങ്ങൾക്ക് ഇന്റർവ്യൂ തരണല്ലേ. അപ്പൊ ബസൂക്കയില് അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ്. എനിക്ക് അത്ര അധികം റോളില്ല, ചെറിയൊരു ക്യാരക്ടറാണ്. അനിയനാണ് കൂടുതൽ റോൾ ചെയ്തത്. അപ്പൊ അപ്പോ മമ്മൂക്കയുടെ ഇന്റർവ്യൂ അതിനുശേഷം ചെയ്ത് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക്? ഇല്ല. മമ്മൂക്ക വരും തിരിച്ച് ശക്തമായിട്ട്. സാറൊരു ഇന്റർവ്യൂല് പറഞ്ഞില്ലായിരുന്നു എനിക്ക് കരിയറിനെ പറ്റിയിട്ട് സാറിന്റെ? ഞാൻ ആദ്യം ഇന്ന ജോലി സാറ് ആദ്യം ഇന്ന ജോലിയായിരുന്നു, പിന്നെ വേറെ ജോലിയായിരുന്നു സാർ ശരിക്കും. അപ്പൊ സാർ എപ്പോഴും ഡിസൈഡ് ചെയ്യണ സിനിമ വിൽ ബി മൈ, ഇനി മുതൽ അതാണ് സിനിമ എന്നുള്ളത്? അതൊരു പെരിയ സ്റ്റോറിയാണ് അത്. പക്ഷേ ഞാൻ ആദ്യം ഫിലിമിക്ക് വരുന്നതിന് മുൻപ് ഐ വാസ് സെല്ലിംഗ് വാക്യൂം ക്ലീനേഴ്സ്, യുറേക്ക ഫോബ്സ്. അത് ജോലി ഇഷ്ടമില്ല. പിന്നെ വെയിറ്ററായി പോയി. ബഞ്ചാര ഹൈദരാബാദിൽ ഐ വാസ് വർക്കിംഗ് ആസ് എ വെയിറ്റർ ഇൻ ഹോട്ടൽ. അതൊരു 1 year ആയി വർക്ക് ചെയ്തിട്ട് പിന്നെ അതിലും എനിക്ക് അത്ര ഒരു ഇഷ്ടമില്ല. പക്ഷെ അത് ഒരു നല്ല കോഴ്സിന്റെ ഭാഗമായി ട്രാവൽ ആൻഡ് ടൂറിസം ആണ്, ഹോസ്പിറ്റാലിറ്റി ആണോ പഠിച്ചിരുന്നത്? കാറ്ററിംഗ് ആണോ പഠിച്ചത്? ഷെഫ് ആവാൻ വേണ്ടിയില്ല, റെസ്റ്റോറൻറ്റ് കൗണ്ടർ സർവീസ്. ഓക്കെ, അത് ഇഷ്ടമായിട്ടില്ല. പിന്നെ ഐ ഡിഡ് മൈ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ബിസിനസ് മാനേജ്മെന്റ് ഭവൻസ് കോളേജ്. അത് കഴിച്ചിട്ട് 28-29 ഇയേഴ്സിൽ എനിക്ക്
I am the eldest son. അപ്പം എനിക്ക് എന്തെങ്കിലും ജോലി ചെയ്യുന്ന I joined Apollo Hospital. Not like doctor. No. I am in the marketing side. Okay. ആദ്യം ചെയ്ത അപ്പോളോയിൽ ചെയ്ത ജോലിയാണ് സെല്ലിംഗ് ഹെൽത്ത് ഇൻഷുറൻസ് ടു കോർപ്പറേറ്റ് കമ്പനീസ്. അത് ചെയ്ത് കിട്ടിയിരുന്ന Selling insurance to corporate companies, not to people. No, corporate companies, like for example MRF or Ennur Foundries or TI Cycles, they work with the tar. Okay. So occupational hazard ആയിട്ട് they'll have breathing issues and other things. The employees there, 5,000 employees, 3,000 employees. അങ്ങനെ ഇരിക്കുന്ന employees. Group insurance like. Group insurance, what happens is the company gives them extra money to take care of their health. പക്ഷെ പുള്ളികൾ ആ മണിയിൽ വന്ന് ടൈം കൊടുക്കും. So we wanted to bring in a scheme where the outpatient treatment will be in a reduced cost for these Ennur Foundries, MRF and TI Cycle factories. അങ്ങനെ ജോലി ചെയ്തിട്ടിരിക്കുമ്പോൾ I was transferred to Indraprastha Apollo Delhi as a marketing manager with a chauffeur and a house. That was the time Thalaivaasal film came to me. I said, no, I'm not going to do. Thalaivaasal? First film, Tamil film. Thalaivaasal means? Thalaivaasal means in the Character main, name? No, the main entrance of a big house. That is the meaning. How you got that name? The film name is Thalaivaasal. Oh, like that, okay. In that, my character was more talked about. അതിന്റെ ശേഷം കമൽ സർ എന്ത് ചെയ്തു, കുറെ വിജയ് ഇരുന്നു. അപ്പോ ഈ ഹീറോ വിജയ്, Kamal sir means Kamal Hassan. കമൽഹാസൻ, വിജയ് കുമാർ സർ, പിന്നെ അരുൺ വിജയ്, പിന്നെ വിജയ് ആനന്ദ്, വിജയ് ബാബു. അപ്പൊ കമൽ സർ പറഞ്ഞ ഈ തലൈവാസൽ ഒരു വലിയ ഒരു പേരാണ്. ഇഫ് യു ഗോ ടു കാരക്കുടി ഉണ്ടാൽ യു വിൽ സീ ദ തലൈവാസൽ വിൽ ബി എൻഗ്രേവ്ഡ്. I thought already you have the name like Thalaivaasal. No, ഫസ്റ്റ് നെയിം ഇസ് വിജയ് കുമാർ. Vijay Kumar. പിന്നെ കമൽ സർ പറഞ്ഞ ഈ തലൈവാസൽ വിജയ്, ഇറ്റ്സ് യുണീക്ക് ആൻഡ് നൈസ്. സോ ഐ ഡിഡ് ഇറ്റ്, ബട്ട് ഐ ഡിഡ്ന്റ് റിസൈൻ ദ ജോബ്. ഐ വാസ് നോട്ട് കോൺഫിഡൻറ്റ്. എനിക്ക് കോൺഫിഡൻറ്റ് ഇല്ല എന്തെങ്കിലും ഫിലിമിലെ ആ കാലത്തിൽ ചെക്കെല്ലാം ബൗൺസ് ആവും. പക്ഷെ അത്ര പേയ്മെന്റും ഉണ്ടല്ലോ, 2,500 പിന്നെ 5,000 ഇങ്ങനെ തന്നെ പേയ്മെന്റ്. അന്ന് ചെക്കാണല്ലോ തരും എല്ലാവർക്കും. ചെക്ക് തരും, ഫ്രൈഡേ തരും, നമുക്ക് സാറ്റർഡേ സൺഡേ ഷൂട്ടിംഗ് എടുക്കും. മൺഡേ ബാങ്കിൽ നിന്ന് ഫോൺ വരും, ചെക്ക് ബൗൺസ് ആയി, ഷൂട്ടിംഗ് കഴിഞ്ഞു. അങ്ങനെ കുറെ സംഭവം ഉണ്ടായിരുന്നു. Yeah, those days I think every actor was. ഇവിടെ ദിലീപേട്ടൻ പറഞ്ഞിട്ടില്ലേ, മമ്മൂക്കയ്ക്ക് മോഹൻലാലും ദിലീപേട്ടനൊക്കെ വണ്ടിക്ക് വീട്ടിലിരിക്കണ്ടത് പണ്ട് തന്നെയായിരുന്നു അല്ലേ? സുധിരേട്ടന് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. നമ്മൾ വന്നപ്പോഴേക്കും പിന്നെ ചെക്ക് മാറി തുടങ്ങി. പിന്നെ ബാങ്കിലേക്ക് ക്യാഷ് ഇട്ടിട്ടുണ്ട്, വരുന്നില്ല. ഓൺലൈനിൽ ഇട്ടിട്ടുണ്ട്, എത്തിയിട്ടില്ല. അതിനൊക്കെ എന്തെല്ലാം പറയും. ഞാൻ പറഞ്ഞു വയറൊന്ന് കണക്ട് ചെയ്ത് നോക്ക്. So പിന്നെ ദേവർ മകൻ was my third film. അപ്പൊ തന്നെ എനിക്കൊരു ഭരതൻ സർ ഡയറക്ഷൻ. That was very complication in the direction department, no? No, because Kamal Hassan and no, probably that was my third film. And the third film ആണ്. അതിന്റെ ശേഷം എനിക്ക് അത്ര ഭരതൻ സാറും എനിക്കും വന്ന് we had a good rap. പിന്നെ കബീറിന് ഇരുന്നു ഒരു അസോസിയേറ്റ് ഡയറക്ടർ. Okay. And സലീം കമൽ സാറുടെ മേക്കപ്പ് മാനാണ്. We were a gang. That കമൽ സാർ ഭരതൻ സാർ കോൺട്രവേഴ്സി and all നമുക്ക് വരാതെ എന്തെങ്കിലും എന്റെ തേർഡ് അല്ല, അത് രണ്ട് ജീനിയസ് that's bound to happen. that will happen naturally. അല്ലേ? That will happen. And we had lot of incidents. ആ ക്ലൈമാക്സ് തേര് സീൻ ഉണ്ടല്ലേ, തേര് സീനിലെ കമൽ സാർ പറഞ്ഞത് കമൽ സാറുടെ ഓൺ പ്രൊഡക്ഷൻ പൊള്ളാച്ചിയിലെ 5,000 പീപ്പിൾ വേണം அப்படின்னு കമൽ സാർ പറഞ്ഞ് 5,000 പീപ്പിൾ എല്ലാവർക്കും 100 rupees അങ്ങനെ കൊടുത്ത് മാട്ടുവണ്ടി പിന്നെ ആൾക്കാർ farmers എല്ലാവരും വന്നു അവിടെ. They had an ambulance, they had water tankers, everything. പക്ഷേ ഷൂട്ടിംഗിൽ I think there were only 3,000 people. Kamal sir said no, pack up. Bharathan sir said yeah, producer said pack up. എങ്ങനെ നമുക്ക് പ്രോബ്ലം? That producer only know ഇത് സംഘടിപ്പിച്ച് കൊടുക്കണ്ട. No, but he wanted 5,000. അപ്പോൾ Kamal sir is one person. He needs what he wants. Okay. അത് ഇല്ലെങ്കിൽ ഒരു one of the scenes മീസ ഒരാൾക്ക് அந்த கொஞ்சம் ഇങ്ങനെ പോയി എടുത്തു 100 മീസ സലീം ഞാൻ പിന്നെ നാസറെല്ലാം ഉட்கார்ந்து ATC ഹോട്ടലിലെ നൈറ്റെല്ലാം തച്ച്. സോ ദാറ്റ്സ് ബൗണ്ട് ടു ഹാപ്പൻ. സോ ആ ഫിലിമിൽ തന്നെ എനിക്ക് ഒരു കോൺഫിഡൻസ് കിട്ടി, ഓക്കെ ഐ ക്യാൻ സ്റ്റേ ഇൻ ദിസ് ഇൻഡസ്ട്രി. അപ്പൊ തന്നെ ഞാൻ അപ്പോളോയില് റിസൈൻ ചെയ്തു. ലൈക്ക് VRS എടുത്ത പോലെ. പക്ഷേ 20 years principalship completed. Okay. അഭിനയിക്കാൻ തുടങ്ങിയിരുന്നോ പ്രിൻസിപ്പൾ ആവുമ്പോൾ? 2004. ഓക്കെ.
ഉറപ്പിച്ചതിന് ശേഷമാണോ VRS എടുത്തത്? അല്ല അല്ല. ഉറപ്പിച്ച നേരത്തെ നമ്മൾ അഭിനയിക്കാൻ തുടങ്ങി. VRS എടുത്തത് 20 years പ്രിൻസിപ്പൽഷിപ്പ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം. പക്ഷെ ആ സമയത്ത് എങ്ങനെ മാനേജ് ചെയ്യായിരുന്നു? മാനേജ് ചെയ്യേ മാനേജ് അല്ല അപ്പൊ ശരിക്കും അപ്പൊ ആ സമയത്ത് തന്നെ അപ്പോഴല്ലേ കാതൽ കോട്ടയൊക്കെ പാട്ട്? അതിന്റെ കാതൽക്കോട്ടെ വാസ് മച്ച് ലേറ്റർ. പിന്നെ തലൈവാസൽ അതിന്റെ പിൻപ് lot of films came, but കാതൽക്കോട്ടെ was a very big film. പിന്നെ കാതൽ സീരീസ് വന്നു. കാതൽക്കോട്ടെ, കാതലുക്ക് മര്യാദ, കാതലിൻ നിമ്മതി, കാതൽ കവിത, അങ്ങനെ ആയിട്ട് ലൈൻ ആയിട്ട് എല്ലാം വളരെ ഹിറ്റ് ഫിലിം ആയി. കാതൽ മീൻസ് പ്രേമല്ലേ? പ്രേമൻ ഫുൾ പ്രേമപടം. ഷൈന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ടല്ലോ, ശരിക്കും എന്താ അതിനെ കുറിച്ച് പറഞ്ഞു? You can see it now in the interview. This is the energy we were having in the location also. Very unassuming and instinctive actor. And I have never. മനസ്സിലായ ഒന്ന് പറഞ്ഞ ഇൻസ്റ്റിങ്ക്റ്റീവ് ആക്ടർ എന്നൊക്കെ പറഞ്ഞ മനസ്സിലായി. അൺഅസ്യൂമിംഗ് എന്ന് പറഞ്ഞ ആൾക്കാർ അൺനെസസറി ആയിട്ടുള്ള അൺഅസ്യൂമിംഗ് എന്നാ പറഞ്ഞത്. നമ്മൾക്ക് അതിങ്ങനെ big name ന്റെ ഒരു അല്ല, ഇതൊക്കെയാണ് അവർക്ക് ബൈറ്റ് ആയിട്ട് ഇടാൻ പറ്റുള്ളൂ. തമ്പ് അല്ലേ? ഇതൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെ റീച്ച് ഇടാനാണ് എനിക്കറിയാം. ചിലപ്പോൾ നമുക്ക് ചില ആക്ടർ ഓടെ ആക്ട് ചെയ്യുമ്പോഴത് നമുക്ക് ഓക്കെ വി ആർ പെർഫോമിങ്ങിന് ഒരു ഐഡിയ കിട്ടും. പക്ഷേ ഷൈനിയോടെ അങ്ങനെയല്ല. ഹീ ഈസ് എ വെരി കൂൾ ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഓഫ് ഷൈനി ഈസ് സാറേ നമുക്കിത് ഇങ്ങനെ ചെയ്യാം. ഒരു പോലീസ് സ്റ്റേഷൻ സീൻ ഒന്നുണ്ട്, ഇത് ഇങ്ങനെ ചെയ്യാം സാർ, വിൽ ഡു ലൈക്ക് ദിസ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. ആൻഡ് ബേസിക്കലി ഐ തിങ്ക് ബിക്കോസ് ബീയിങ് വിത്ത് കമൽ സർ ഈസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പ്ലസ് ഫോർ ഷൈനി, ഇഫ് ഐ എം റൈറ്റ്. ഡയറക്ടർ Kamal sir. അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് I worked in 9 years. Oh, 9. That itself is a big institute, more than your institute which you study. Such a legendary director. So it was wonderful working with Shiny, with Mainly the continuity will be, the continuity is the main thing according to film acting. Action continuity, emotion continuity, dress continuity. dress continuity is the Movement main thing. continuity. Movement continuity. കാരണം നമ്മൾ ഇവിടുന്ന് എഴുന്നേൽക്കുമ്പോൾ എന്ത് സ്പീഡിലാണ് എഴുന്നേറ്റത് അതിനനുസരിച്ചായിരിക്കണം മുകളിലെത്തുമ്പോൾ നമ്മൾ ഷോട്ട് വയ്ക്കുമ്പോൾ നമ്മൾ വന്ന് ലാൻഡ് ആവേണ്ടത്. ഇങ്ങനെ ഒന്ന് ലാൻഡ് ആവേണ്ടത് അത് ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും എടുക്കും. എന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പുറത്ത് കിടക്കണതൊക്കെ അതിനെയാണ് സ്പീഡ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. മൂവ്മെന്റ് കണ്ടിന്യൂറ്റി. കണ്ടിന്യൂറ്റി ഈസ് ദ മെയിൻ തിങ് ഇൻ ഫിലിം. Especially when you work in a film for 3-4 schedules. ഒരു ഷെഡ്യൂൾ കഴിഞ്ഞ് പിന്നെ 2 months ഗ്യാപ്പ് കിട്ടി നെക്സ്റ്റ് ഷെഡ്യൂൾ വരുമ്പോഴത് നമുക്ക് ഈ ആദ്യ ഷെഡ്യൂളിൽ ഏത് ചെയ്തോ, ഏത് സ്പീഡ്, ഏത് എമോഷൻ, എങ്ങനെ മീറ്ററിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ, ദാറ്റ് യു ഹാവ് ടു ക്യാരി ഇറ്റ് ഇൻ ദ നെക്സ്റ്റ് ഷെഡ്യൂൾ. ചിലപ്പോൾ തെറ്റിപ്പോവും. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. Sometimes director will notice it and know about it. That is അത് ഒരു ആക്ടർ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. പക്ഷെ ചില ഡയറക്ടേഴ്സ് ഈസ് വെരി പർട്ടിക്കുലർ അബൌട്ട് ഇറ്റ്. അത് അവർ ഭയങ്കര കർക്കശായിരിക്കും, അല്ലെങ്കിൽ അവർ നോട്ട് ചെയ്ത് വെക്കും. ഈവൻ നമ്മുടെ കുടുക്ക് എത്ര എണ്ണം ഇട്ടിട്ടുണ്ട്, കൈ എങ്ങനെയായിരിക്കും മടക്കി വെക്കുക, എല്ലാം അവരുടെ മൈൻഡിലുണ്ടാവും. അത് ആക്ടറാണ് ശ്രദ്ധിക്കേണ്ടത്. പക്ഷെ ഡയറക്ടറുടെ മൈൻഡിലുണ്ടാവും. ഡയറക്ടറിനെ ഹെൽപ്പ് ചെയ്യാൻ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം. അപ്പൊ ഞാനതൊക്കെ ചെയ്തിട്ടുണ്ട്. കുറെ ചീത്ത കേട്ടിട്ടുണ്ട്. അന്ന് മോണിറ്റേഴ്സ് ഒന്നുമില്ല, സ്പോട്ട് എഡിറ്റ് ഒന്നുമില്ല. കട്ട് എന്ന് പറഞ്ഞ കട്ടാ. പിന്നെ പ്രിന്റ് പോസിറ്റീവ് ചെയ്യണ സമയത്ത് കാണുമ്പോഴാണ് തെറ്റിയല്ലോ കണ്ടിന്യൂറ്റി നമ്മൾ അറിയുന്നത്. അപ്പൊ കട്ട് പറയുമ്പോ കൈ എവിടെയായിരുന്നു, ഗ്ലാസ് എവിടെയായിരുന്നു. എസ്പെഷ്യലി ഡൈനിങ് ടേബിൾ സീൻ, കോൺവെർസേഷൻ സീൻസ്. പിന്നെ വാട്ടർ എത്ര ഇരുന്നോ, വൈറ്റ് റൈസ് ഇരുന്നോ, സാമ്പാർ റൈസ് ഇരുന്നോ, കൈ ഇങ്ങനെയായിരുന്നു, കൈ അങ്ങനെയായിരുന്നു, ചവച്ചോണ്ടിരിക്കണ്ടായിരുന്നു, വായ തുറന്നാണോ. അയ്യോ, സുധീരേട്ടൻ എങ്ങനെ ഷൈൻ കിട്ടായിരുന്ന ഒരു എനർജി ശരിക്കും എങ്ങനെ പെർഫോമൻസ് ഇങ്ങനെ തന്നെ വായിൽ കൂടെ കഴിക്കും പ്ലേറ്റിൽ ഇട്ടിട്ട്. എനർജി ഡൈനിങ് ടേബിൾ സീനിനെ കുറിച്ചല്ലേ പറഞ്ഞത് നമ്മള്? എനർജിനെ കുറിച്ച് സുധീരേട്ടൻ പറഞ്ഞു. ഞങ്ങള് ആദ്യമല്ല കുറേ പടങ്ങളായി, ഞങ്ങൾ അടുപ്പിച്ച് കുറേ പടങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. നിഷാദ് എല്ലാ പടം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പേ തന്നെ കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ലോലിപോപ്പ് അല്ലേ എൻ്റെ പടം, പോപ്കോൺ. അതൊക്കെ 2000. ലോലിപോപ്പ് പൃഥ്വിരാജന്റെ പടം. ആ നാട്ടിൽ പോയിട്ട് സൗബിൻ അതില് സ്വാമിയായിട്ട് വരുന്നത് കള്ള, ഇതിലും സ്വാമിയില് നല്ല ഉള്ളതല്ലേ. അങ്ങനെ ഞങ്ങൾ ഒരുപാട് പടം ചെയ്തിട്ടുണ്ട്.
നല്ല റിലേഷൻ ഞങ്ങൾ അന്ന് മുതൽ ഞങ്ങൾ വി കീപ് ദ റിലേഷൻ ഓൾസോ. നല്ലൊരു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും വിളിക്കുന്ന ആൾക്കാരും സംസാരിക്കണമെന്നല്ല, അങ്ങനെ ഇല്ല. ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര കംഫർട്ട്. അത് സിനിമയ്ക്ക് നമ്മൾ ഈ പറയുന്ന പോലെ എല്ലാവരും അങ്ങോട്ട് തിരക്കുന്ന വിളിക്കില്ല, പക്ഷെ മെന്റലി നമുക്ക് ചിലവരായിട്ടൊരു അറ്റാച്ച്ഡ് ആവും. അത് നമുക്ക് എപ്പോഴായാലും ഒന്നീ നമ്മൾ അഭിനയിക്കുമ്പോഴോ അല്ലാതെ അവരെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പോഴോ നമുക്കൊരു മെന്റൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവും. അതിനെ കുറിച്ച് എന്ത് പറഞ്ഞാലും ശരി നമുക്കൊരു അറ്റാച്ച്മെന്റ് ഉണ്ട്, കണക്ട് ഉണ്ട്. അപ്പൊ ആ ഒരു കണക്ട് എന്തോ ഞങ്ങൾക്കുണ്ട്, അതെനിക്കറിയാം. അപ്പോൾ അത് ഇറ്റ്സ് കണ്ടിന്യൂ ചെയ്യും. അതുകൊണ്ട് ഷൈൻ എന്ത് ചെയ്യുമ്പോഴും നമുക്ക് അതിനുള്ളൊരു പോസിറ്റീവ് ആസ്പെക്റ്റോടെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അത് തന്നെ നടക്കുന്നു. അഭിനയിക്കുമ്പോൾ നമ്മൾ പല പടങ്ങളും ഈ പടത്തിനകത്ത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് കോമ്പിനേഷൻ ഇല്ല. വി ഹാവ് നെവർ സീൻ ദ ലൊക്കേഷൻ. ഇപ്പോഴാണ് കാണുന്നത്. ലൊക്കേഷൻ ഞങ്ങൾ കണ്ടിട്ടില്ല. അങ്ങനെ കണ്ടില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിഷമമില്ല. പക്ഷെ അതിന് മുന്നേ നിഷാദ് പടത്തിന്റെ ഉണ്ടായിരുന്നു. ഏതായിരുന്നു പടം എന്നറിയോ? അയ്യോ അടിച്ചു. അത് കഴിഞ്ഞിട്ട് നിഷാദ് ഒരു പടം ചെയ്ത് തീർന്നു. അത് റിലീസായിട്ടില്ല. ഇല്ലില്ല, ലൂക്ക് ഇപ്പൊ കഴിഞ്ഞു, ഷൂട്ട് കഴിഞ്ഞു. ഡയനൊക്കെ എങ്ങനെയായിരുന്നു ഇവരുടെ കൂടെ വർക്ക് ചെയ്തപ്പോൾ? ആ തുടക്കമാണ്, അപ്പൊ ഒരു ബിഗ്ഗസ്റ്റ് ടേക്ക് അവേ എന്താ? ഞങ്ങള് പറയാം ഡയനയുടെ കാര്യം. ഞങ്ങള് പിന്നെ ആദ്യം പറയാം. ഞങ്ങള് വരുമ്പോ ഡയനെ കണ്ടു. അപ്പോൾ അവിടുന്ന് വന്ന ഒരാളാണ് അമേരിക്ക. എങ്ങനെയാണ് എന്നറിയില്ല. അപ്പോൾ എങ്ങനെ ചെയ്യും എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു. വളരെ ട്രഡീഷണൽ വേഷം ഇട്ടുകൊണ്ട് വളരെ അനായാസമായ ക്യാരക്ടർ ചെയ്യാൻ എനിക്ക് പറ്റി എന്നുള്ളത് ഞങ്ങൾക്ക് തന്നെ തോന്നി. അപ്പോഴേക്കും കുറെ ദിവസമായിട്ടുണ്ടായിരുന്നു. സ്റ്റാർട്ടിങ്ങിലൊക്കെ എനിക്ക് അപ്പുറത്തുനിന്ന് കേൾക്കാം കാരവനില്, എനിക്ക് ഇനി ഡ്രസ് ചേഞ്ച് പറ്റില്ല, കാരണം ഒരു ദിവസം അല്ല 4 പ്രാവശ്യം എന്തോ ചേഞ്ച്, ഒരു ഡ്രസ് ഇട്ട് വരും, എന്നിട്ട് വേറെ ഡ്രസ് ചേഞ്ച് ചെയ്യാൻ പറയും, എന്നിട്ട് വേറെ അതിന്റെ ഇടയിൽ തന്നെ വേറെ ചേഞ്ച് പറയേ. അറിയാലോ, സിനിമയല്ലേ, അപ്പൊ അങ്ങോട്ട് പെട്ടെന്ന്. അപ്പൊ കുറച്ച് കഴിയുമ്പോ ദേഷ്യം പിടിക്കും. നമ്മുടെ പോലെ ഷർട്ട് അല്ല, ദേഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺകംഫർട്ട് അതല്ലേ. ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യേണ്ട വരുമ്പോഴേ നമുക്കൊരു ഷർട്ടും പാന്റും ഇട്ടത് ഇട്ടാ മതി. ഡാൻസ് നമ്പറിന്റെ ഇടയ്ക്കായിരുന്നു. അതെ, ഡാൻസിന്റെ സമയത്ത് തന്നെ വിജയ് സാറ് കുറച്ച് മുമ്പേ പറഞ്ഞത് ആ ഇൻസ്റ്റിങ്ക്റ്റീവ് ആക്ടർ എന്ന് പറയുന്നത്, അത് ഐ തിങ്ക് ഷൈൻ ചേട്ടൻ്റെ കാര്യം പറയുമ്പം അതാണ് ഏറ്റവും മേജറായിട്ട് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ എന്ന് പറയുമ്പം ഈ ചിലപ്പം സം ആക്ടേഴ്സ് ഈ ഒരു സെറ്റിലേക്ക് വരുമ്പോൾ ഒരു സീൻ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം, ആ ക്യാരക്ടറിലേക്ക് ഇങ്ങനെ ഒരു കുറച്ചൊരു പ്രിപ്പറേഷനും ആ എൻവയറമെന്റിൽ ഒരു ഇന്റേണൽ ആയിട്ട് വേണം. പക്ഷെ പുള്ളിക്കാരൻ ഒരു സീനിന്റെ മുമ്പേ തന്നെ ഇങ്ങനെ ചില്ലായിട്ട് സംസാരിക്കുക, ആൾക്കാരുടെ എല്ലാം ഇങ്ങനെ നല്ല ഇത്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ചീത്തപ്പേരുണ്ടായത്. അല്ല, അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള സാധനമാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ ഒരു റിലാക്സ്ഡ് ആയിട്ട് എന്നിട്ട് ആക്ഷൻ എന്ന് പറയുമ്പോൾ അന്നേരം തന്നെ ആ ക്യാരക്ടറിലേക്ക് മാറുക. അങ്ങനെ ഒരു പ്രിപ്പറേഷനും ഇങ്ങനെ ഒരു ഫുൾ ഡേ ഇങ്ങനെ ഐസൊലേറ്റ് ചെയ്യേണ്ടിയിരിക്കേണ്ട ഒന്നും ആവശ്യമില്ല. എന്നിട്ട് വേറെ ക്യാമറ മാറ്റി കട്ടും പറഞ്ഞിട്ട് ക്യാമറ മാറ്റിട്ട് അപ്പം ബാക്ക് ടു ഇങ്ങനെ ഒരു നോർമൽ ജോബിയലായിട്ട് ആ എനർജി കൂടെയുള്ള ആൾക്കാർക്ക് തന്നെ ആ എനർജി ഫീൽ ചെയ്യും. മനസ്സിലായില്ലേ? ഇപ്പൊ നിങ്ങൾ പറഞ്ഞൊക്കെ തെറ്റായി പോയി തോന്നുന്നുണ്ടെങ്കിൽ കാലി വീണ് ക്ഷമയൊന്നും വേണ്ട. അല്ല, ഇവരായിട്ട് ഞാനിപ്പോ ഒരു എത്രാമത്തെ ഇന്റർവ്യൂ എന്ന് പറയുകയാണ്. ഫ്രണ്ട്സ് ആണോ? ആ, പക്ഷെ കാണാതിരിക്കുമ്പോ അങ്ങനെയല്ല, വെറുതെ പറഞ്ഞ. അല്ല, ഇനി വരുന്ന സിനിമകളിൽ ശരിക്കും ഇതില് പോലീസാണ് ശരിക്കും എങ്ങനെ ഈ പറഞ്ഞ പരകായ പ്രവേശം എന്നൊക്കെ പറയുന്നത്? അങ്ങനെയൊന്നുമില്ല, പരകായ പ്രവേശനവും കാര്യങ്ങളൊന്നുമല്ല. അതൊക്കെ ഓരോ സെറ്റ് പോലെ ഇരിക്കും നമ്മൾ ക്യാരക്ടർ നന്നാവുന്നത്. ആക്ടറിനെ എപ്പോഴും സഹായിക്കുന്നത് ഡയറക്ടറാണ്, ഡയറക്ടറിനെ എപ്പോഴും സഹായിക്കുന്നത് ക്യാമറാമാനും ആ ഡയറക്ടറുമാണ്. അപ്പം നമ്മളെ ഇപ്പോൾ ഒരു സ്റ്റേജിൽ കൊണ്ടിരുത്തിയിട്ട് ചിലപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനായിട്ട് കണ്ട് പെരുമാറാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല. നമ്മൾ ശരിക്കും ഒരു പോലീസ് സ്റ്റേഷൻ്റെ ആ ചുറ്റുപാടും ആംബിയൻസും ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പെരുമാറാം. അപ്പോൾ കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഇൻ്റർവ്യൂവിൽ ഇരിക്കുന്ന പോലെയല്ലേ ഇരിക്കുക. ഇപ്പം നമ്മളിപ്പോൾ അവിടെ ഭക്ഷണം കഴിക്കാൻ പോയി ഭക്ഷണം കഴിക്കണ പോലെ തന്നെയല്ലേ ഇരിക്കുക. അത് കഴിഞ്ഞിട്ട് വാഷ്റൂമിൽ പോകുമ്പോൾ വാഷ്റൂമിൽ പോണ പോലെയല്ലേ ഇരിക്കുക. അപ്പോൾ കട്ട് പറഞ്ഞ് അങ്ങനെ ചേഞ്ച് ആവേണ്ട വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ കിടക്കാൻ പോകുമ്പോൾ കിടക്കല്ലേ ചെയ്യുക. അതേപോലെ തന്നെ ഓരോ സീനും ചെയ്താൽ മതി. ചിലവരോട് വലിയ പാടാ. വൈകുന്നേരം ആയിരിക്കും ഷൂട്ട്, രാവിലെ മുതലേ തുടങ്ങും, അവര് മാറി ഭയങ്കര ഒരു ക്യാരക്ടറിലേക്ക് ഇന്റേണൽ ആയിട്ട് സംസാരിക്കുമ്പോൾ വരെ അത് മെത്തഡ് ആക്ടിങ്ങിന്റെ ഒരു ഒരു സെക്ഷൻ ആയിട്ട് എന്നിട്ട് സംസാരിക്കുമ്പോൾ വരെ ആ ഒരു ഇതുണ്ട്. അത് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇരിക്കണോ ചിലവർക്ക്
അങ്ങനെ ചെയ്യേണ്ടി വരും. No, this is അല്ല ദാറ്റ് മേ two വേരി things. ഫ്രം പേഴ്സൺ ടു അത് പേഴ്സൺ. എക്സാക്ട്ലി വേറെ എല്ലാവർക്കും you- വേറെ വേറെ മെത്തഡ്സ് ഉണ്ട്. When everyone they are comfortable in their own method. പക്ഷേ നമുക്ക് ചിലപ്പോൾ because മലയാളം is his home page. ചിലപ്പോൾ ആ സീൻ ആദ്യം പഠിച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്ന് മൈൻഡിൽ വിഷ്വലായിട്ട് നമുക്കൊരു റൺ ത്രൂ കൊണ്ട് പോകുമല്ലേ. തെലുങ്കിൽ പോകുമ്പോഴായിരുന്നു പേടിച്ചിട്ട് ഇപ്പൊ പഠിക്കും. സോ അത് നമുക്ക് ആ ഒരു റൺ ത്രൂ പോകുമ്പോഴത് ആ ലൊക്കേഷൻ രാവിലെ ചെന്ന് നമുക്ക് പോലീസ് സ്റ്റേഷൻ ഇത് ഇവിടെ ചേര് ഓക്കെ നമുക്ക് ടേക്ക് മുൻപ് അവിടെ പോയി നോക്കുമ്പോൾ ഓക്കെ ഐ തിങ്ക് ഐ കം ഫ്രം ഹിയർ ഐ സിറ്റ് ഹിയർ മേ ബി ഐ ഡു ദിസ് ആൻഡ് ദെൻ ദ അതർ ആക്ടർ കംസ് ഐ ടോക്ക് അങ്ങനെ ഫിക്സ് ആയി കോൺഫിഡൻസ് ആയെങ്കിൽ മറന്നു പോകുമ്പോൾ ബെറ്റർ. ഇല്ല ഇതിന് എല്ലാത്തിനും ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നുള്ളതല്ല, വാട്ട് ഈസ് ദ പ്രോഡക്റ്റ്. പ്രോഡക്റ്റിൽ ഇത് എങ്ങനെ വന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ എത്രത്തോളം കഷ്ടപ്പെടാതെ ചെയ്താലും ശരി തന്നെ പ്രോഡക്റ്റ് നന്നായിരുന്നാൽ അതാണ് ക്രെഡിറ്റ്. അല്ലാതെ അവിടെ മോശമായിട്ട് ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ തെലുങ്കിൽ ചെല്ലുന്ന സമയത്ത് എനിക്ക് കുറച്ച് ടെൻഷൻസ് ഉണ്ട്. എങ്ങനെയായിരിക്കും വീഡിയോ സീൻ, നമ്മൾ പറയുന്ന പോലെ നടക്കുമോ, മെന്ററിങ്ങിന്റെ ഒക്കെ അല്ലേ കൂടുതൽ ഈ ഡയലോഗ് ടെൻഷനാണ്. അപ്പൊ ഡയലോഗ് നമ്മൾ ബൈഹാർട്ട് ചെയ്യില്ല, ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കാൻ ഒന്ന് ഫെമിലിയർ ആക്കും. മറ്റേത് അർദ്ധമേന്തു എന്ന് പറയുന്നത് മനസ്സിലായോ? എന്താണ് മനസ്സിലായി? തെലുങ്ക് അറിയോ? അവിടെ നീ കുസൂരി കാനച്ച് പെള്ളി ചേസേണ്ടിന് പെള്ളിന രാത്രി ജീര ചൂട് ഒത്തോടല്ലേന കൊപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെലുങ്ക. ഇത് നമുക്ക് ആദ്യം കേൾക്കുമ്പോ എന്താ തോന്നുന്നു അങ്ങനെ തോന്നുക. പിന്നെ കുറച്ച് ഫെമിലിയർ ആയി കഴിയുമ്പോഴാണ് നമുക്ക് പ്രോമിറ്റ് ചെയ്താൽ കൂടി അത് കേട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു ടെൻഷൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ കുറച്ച് മാറിയിരുന്ന് ഇതിങ്ങനെ ഫെമിലിയർ ആക്കും. അതേപോലെ തന്നെ ഡയാന മലയാളം കുറച്ച് അങ്ങനെ പഠിച്ചിട്ടില്ലേ ടെൻഷനോട് കൂടിയിട്ട്? പഠിച്ച് എനിക്ക് പിന്നെ വായിക്കാനും എഴുതാനും അറിയത്തില്ലാത്തോണ്ട് ഒരാള് പറഞ്ഞു തരണം. ഇംഗ്ലീഷിലേക്ക് എഴുതിയിട്ട് അപ്പൊ കുറച്ചൊന്നും സുധീർ സാറിന് സ്ക്രിപ്റ്റ് വായിക്കുമ്പോ ഇംഗ്ലീഷിലേക്ക് തന്നെ ഓക്കെ. അപ്പൊ നമ്മൾ കുറച്ച് മാറിയിരുന്ന് ഒന്ന് ശ്രദ്ധിച്ച് അതിന്റെ പ്രിപ്പറേഷന് വേണ്ടി മാറിയിരിക്കും. ഷൈൻ ചേട്ടനെ ഇപ്പൊ നമ്മളൊരു ആക്ടറായിട്ട് നിൽക്കുമ്പോൾ നമ്മളൊരു പബ്ലിക് ഫിഗർ കൂടെ ആണല്ലോ. അല്ല എല്ലാവർക്കും ഫെമിലിയർ ആണ്, എല്ലാവർക്കും അറിയാം. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ പുറത്ത് നടക്കുന്ന സംഭവങ്ങൾ എപ്പോഴെങ്കിലും ഈ പെർഫോമൻസിനെ ബാധിക്കും അങ്ങനെ? ഇല്ല പുറത്ത് ചെയ്ത് നടക്കണ ഈ 3-4 ചാടുന്ന കാര്യമാണോ? അല്ല മീൻസ് ആൾക്കാർ പലതും പറയുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെർഫോമൻസിന് ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. നമ്മളെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയെ കുറിച്ചിട്ട് ഡെയിലി എന്തൊക്കെ പറയുന്നുണ്ട്. അവരെന്തെങ്കിലും അവർ കേട്ടെങ്കിൽ ഒരു ദിവസം വരെ പറ്റുമോ? ഇല്ല, അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ? അവരെന്ത് കൂളായിട്ടാണ് നടക്കണം, മനസ്സിലായ? ആളുകൾ പറയുന്നത് എന്തുകൊണ്ടാ? നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒരാൾ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ അയാളെ പറ്റിയിട്ട് ഒരു കംപ്ലൈന്റും ഉണ്ടാവില്ല. അതായത് നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയാവുന്നുള്ളതല്ല. നമ്മൾക്കൊരു മേഖലയിൽ പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം. അത് നമ്മളാരെയും ദ്രോഹിക്കാനായിട്ട് ഒരു പ്രവർത്തനം ചെയ്യുന്നില്ല. ചില സമയങ്ങളിൽ ചില സംഭവങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളൂ. അത് ചിലവര് കുറെ കാലം പറഞ്ഞുകൊണ്ടിരിക്കും. ഏത് പല കഥകളും, 2ാം ലോക മഹായുദ്ധം, 3ാം ലോക മഹായുദ്ധം, അതും ആലോചിച്ചിട്ട് നമ്മൾ പുറത്തിറങ്ങാതിരിക്കുവോ? ഇപ്പം ആറ്റം ബോംബ് വീഴും ചോദിച്ചിട്ട് നമ്മൾ ആരെങ്കിലും പുറത്തിറങ്ങാതിരിക്കുവോ? ഇവിടെ ഇപ്പൊ അതിർത്തിയിൽ യുദ്ധം ഉണ്ടാവണം, ഇപ്പൊ മിസൈൽ വരും എന്ന് വെച്ചാൽ ആരെങ്കിലും പുറത്തിറങ്ങാതിരിക്കണ്ട, കടലിൽ പോവാതിരിക്കണ്ട. മനസ്സിലായ? എന്റെ സംസാരം വ്യക്തമാണോ? ഇതിന്റെ ഡയറക്ടർ മനു അദ്ദേഹം തന്നെയാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നു. അദ്ദേഹം തന്നെയാണ്, അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ആശയം തന്നെയാണ് കേരളത്തിന്റെ വടക്കേറ്റത്ത് പോയി കാഞ്ഞങ്ങാട് പോയി ഷൂട്ട് ചെയ്ത ഇല്ലതുമായി ബന്ധപ്പെട്ട ഈ കഥ എന്ന് പറയുന്നത്. കാഞ്ഞങ്ങാട് ഏച്ചിക്കാനം ഇല്ലം. റോബിൻസ് ആണ് പ്രൊഡ്യൂസർ. അത് അദ്ദേഹവും അമേരിക്കയിൽ നിന്ന് ഡയാനയും. ഇവര് ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ത്രൂ ഔട്ട് ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ. മറ്റേത് ചിലത് ഡോളർ മാത്രം വരും, ആള് വരില്ല എന്നുള്ള അല്ല. അതിനോടൊപ്പം തന്നെ പ്രൊഡ്യൂസറും ഇവരെല്ലാവരും ത്രൂ ഔട്ട് ഉണ്ടായിരുന്ന ഒരു ലൊക്കേഷൻ. അതുപോലെ പ്രൊഡക്ഷൻ കൺട്രോൾ എന്നുള്ളത് ഷാജി കാവനാട്. ഏത് അല്ല രാവിലെ പറഞ്ഞ കാര്യം ഓർത്ത്
നിങ്ങളോട് ഇത് പറഞ്ഞ ഷാജിയേട്ടൻ തന്നെയായിരുന്നു ഞങ്ങളൊരു പടം പ്രൊഡ്യൂസ് ചെയ്തിരുന്നു ഏഞ്ചൽ 16 കൊണ്ട് നമ്മുടെ സോജൻ ചെയ്ത പടം അതിന്റെയും കൺട്രോളർ അല്ല ക്യാമറാമാനും ഇപ്പൊ ഇവര് രതീഷ്. രതീഷ് പൊന്നാനിക്കാരനാ പുള്ളി. നമ്മൾ ഈ പറയുമ്പോ എന്റെ അമ്മ ഇവരെ കുറിച്ചൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് പുള്ളിനെ. ആ പറയുമ്പോ ഇവരെ കുറിച്ചൊക്കെ പറയാതെ നമ്മൾ എന്നെയും പോകുന്നത് ശരിയല്ല. പഠിപ്പിച്ചിട്ടുണ്ട് എന്റെ അമ്മ. സോ ടോട്ടലി ഒരു വളരെ അങ്ങനത്തെ ഒരു നല്ല ജോയ്ഫുൾ ലൊക്കേഷനിലായിരുന്നു ഇത് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ജൂൺ 13th ചിത്രം തിയേറ്ററിലേക്ക് എത്തുകയാണ്. അപ്പോൾ എല്ലാവിധ വിജയാശംസകളും നേരുന്നു. താങ്ക് യു ഫോർ ദ ടൈം ബീങ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു വെരി മച്ച്.